തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് നൽകി സുപ്രീംകോടതി. ജനസംഖ്യയുടെ കൃത്യമായ കണക്കുകളില്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമല്ലേ എന്നും കോടതി ചോദിച്ചു. തദ്ദേശ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി വിധിക്കെതിരായ ഹർജിയിലാണ് കോടതി നടപടി. കേരളത്തിൽ തദ്ദേശ ഭരണ വാർഡ് പുനർവിഭജനം നടന്നത് അന്യായമാണെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഹർജിയിലാണ് സംസ്ഥാന സർക്കാരിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീംകോടതി നോട്ടീസ് നൽകിയത്. 2011 സെൻസസിന്റെ അടിസ്ഥാനത്തിൽ ഒരു തവണ വാർഡ് വിഭജനം നടത്തിയതാണെന്നും വീണ്ടും നടത്തുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്നും ഹർജിക്കാർ വാദിച്ചു. 2021 കണക്കെടുപ്പ് നടന്നില്ലെങ്കിലും ജനസംഖ്യ കൂടിയ സാഹചര്യത്തിലാണ് വിഭജനം നടപ്പാക്കിയതെന്നാണ് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയെ അറിയിച്ചത്. എന്നാൽ വ്യക്തമായ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ അല്ലാതെയുള്ള വാർഡ് വിഭജനം ഏകപക്ഷീയമായ നടപടിയല്ലേ എന്നും സുപ്രീംകോടതി ചോദിച്ചു. ജനസംഖ്യയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ എങ്ങനെ കൃത്യമായ എണ്ണം കണക്കാക്കുമെന്നും കോടതി ചോദിച്ചു. വിഷയം വിശദമായി പരിശോധിക്കണമെന്നും 2 ആഴ്ചയ്ക്കകം കേസ് വീണ്ടും പരിഗണിക്കാമെന്നും സുപ്രീംകോടതി അറിയിച്ചു. തദ്ദേശ വാർഡ് വിഭജനം ശരിവെച്ച ഹൈക്കോടതി വിധി ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതാക്കളാണ് കോടതിയെ സമീപിച്ചത്. ജനം, ഡൽഹി.